Welcome to online classes. Today I'm going to take English for grade 8th. ഇന്ന് ഞാനിവിടെ ഗ്രേഡ് 8ന് ഇംഗ്ലീഷാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പാർട്ട് 1 ബുക്കിലെ കണ്ടൻറ്റ്സ് നോക്കാം. അതിൽ 3 യൂണിറ്റാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഹ്യൂസ് ആൻഡ് വ്യൂസ്, സെക്കൻഡ് യൂണിറ്റ് വിങ്സ് ആൻഡ് വീൽസ്, തേർഡ് യൂണിറ്റ് സീഡ്സ് ആൻഡ് ഡീഡ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഹ്യൂസ് ആൻഡ് വ്യൂസിലെ സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താ സ്റ്റോറി എന്നുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ദ മിസ്റ്റീരിയസ് പിക്ചർ. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ ചിത്രം. അപ്പം എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഇത് ദ മിസ്റ്റീരിയസ് പിക്ചറിൻ്റെ റൈറ്ററാണ് ചാൾസ് ഡി കോസ്റ്റർ. ചാൾസ് ഡി കോസ്റ്റർ ആണ് ഈ റൈറ്റർ. ആള് ബെൽജിയൻ ലിറ്ററേച്ചറിൻ്റെ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ എന്ന് അറിയപ്പെടുന്നു. നോവലിസ്റ്റാണ്. ആൾ ഫ്രഞ്ചിലാണ് എഴുതിയിരുന്നത്. ആളുടെ ഒരു നോട്ടബിൾ വർക്ക്, ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വർക്കാണ് ടൈൽ ഒലൻസ്പേഗ് ആൻഡ് ലാമെ ഗോയിഡ്സാക്ക്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Till, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the 3 bright feathers on it danced in the breeze as he rode. അപ്പോൾ ടിൽ എന്നുള്ള ഒരാൾ ആളുടെ യാത്രാമധ്യേ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അലഞ്ഞു നടക്കുകയായിരുന്നു. ഒരു രാജസദസ്സിൽ നിന്ന് മറ്റേ രാജസദസ്സിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു യാത്രയിലാണ് ഒരു പാലസിൽ, ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിൻ്റെ പാലസിൽ എത്തിയത്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയൻ പ്രിൻസിനെയാണ് ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുക. ബാറ്റൻബർഗ് എന്ന് പറഞ്ഞത് ജർമ്മനിയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ജർമ്മനിയിലെ ഒരു ബാറ്റൻബർഗ് എന്ന സ്ഥലത്തുള്ള ഒരു പ്രിൻസിൻ്റെ, ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലെത്തി, കൊട്ടാരത്തിലെത്തി. ആളെങ്ങനെയാണ് വന്നത്? ഡോങ്കിമേലാണ്, ഓൺ ഹിസ് ഡോങ്കി. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അപ്പോൾ ആളുടെ ഡ്രസ്സും ആളുടെ ഒരു അപ്പിയറൻസ്, ആളെ കാണാനും എല്ലാവരും അട്രാക്റ്റ് ചെയ്തു, എല്ലാവരെയും ആകർഷിച്ചു, എല്ലാവരും ഒന്ന് നോക്കും. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. ആൾക്കൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു ക്യാപ്പ് തലയിൽ നല്ല രീതിയിൽ വെച്ചിരുന്നു. അതിൽ 3 നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല കളർഫുള്ളായിട്ടുള്ള 3 ഫെദേഴ്സ് ഉണ്ടായിരുന്നു, തൂവലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാറ്റത്ത് ഇങ്ങനെ ആൾ ഡോങ്കിയുടെ മുകളിൽ ഇങ്ങനെ പോകുമ്പോൾ അത് കാറ്റിനനുസരിച്ച് ഈ തുവലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം, "Hey there, you fellow on the donkey. We don't allow any loafers here. You and your donkey already look like skeletons." അപ്പോൾ ഇത് പാലസിൻ്റെ ഒരു എൻട്രൻസ്, കയറി വരുന്നൊരു വഴിയിൽ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ക്യാപ്റ്റനും ഈ ഗാർഡുകളുടെ ക്യാപ്റ്റനും ആളെ ചോദിച്ചു, "ഹേ ദേർ, കഴുതയുടെ മുകളിലിരിക്കുന്ന കൂട്ടുകാരാ, ഞങ്ങളിവിടെ വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ, ഞങ്ങളിവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരെ ഒന്നും അകത്ത് കയറാൻ സമ്മതിക്കാറില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ. നീയും നിൻ്റെ ഡോങ്കിയും ഇപ്പം തന്നെ സ്കെൽട്ടൺ, അസ്ഥിക്കൂടം പോലെ ഉണ്ടല്ലോ. ദി ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് വാസ് എ ടോൾ, വെൽ ബിൽഡ്, റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. അപ്പോൾ ഈ ഗാർഡുകളുടെ ക്യാപ്റ്റൻ ഹെഡ് ഒരു ടോൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, കുറച്ച് ഹൈറ്റുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് ഹെയർ മാൻ, ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു റെഡ് ഹെയർ
ചുവപ്പ് മുടിയുള്ളൊരു ആളായിരുന്നു. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. ആള് നല്ല സുന്ദരനായിരുന്നു. ഗോൾഡ് കളർ ഗോൾഡ് ഡെക്കറേറ്റ് ചെയ്ത യൂണിഫോമിൽ കാണാൻ നല്ല സുന്ദരനായിരുന്നു. Till looked at him coolly and then dismounted from his donkey. Till അയാളൊന്ന് നോക്കിയിട്ട് ഡോങ്കിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി. He bowed low and said, ആള് ഒന്ന് കുനിഞ്ഞിട്ട് പറഞ്ഞു, May God bless you, sir, Captain. If I look like a skeleton, it is not my fault. I am very hungry. അപ്പോൾ ആദ്യം ഒന്ന് കുനിഞ്ഞിട്ട് റെസ്പെക്റ്റോടുകൂടി കുനിഞ്ഞിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ ക്യാപ്റ്റൻ. ഞാൻ സ്കെൽട്ടനെ പോലെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഫോൾട്ടല്ല, എൻ്റെ കുറ്റമല്ല. ഐ എം വെരി ഹംഗ്രി. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ് ടു. ഞാനിവിടെ വന്നത് ഞാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇഫ് you will be so good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. നിങ്ങൾ അത്ര നല്ലവനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഗോൾഡ് കോഡ്, ചെറിയ ഗോൾഡിൻ്റെ ഒരു ചരട് നിങ്ങൾ എനിക്ക് ഒരു പീസ് എനിക്ക് തന്നാൽ ഞാൻ ആ ബുച്ചർ ഷോപ്പിൽ, ഇറച്ചി വെട്ടുന്ന ഷോപ്പിൽ പോയിട്ട് ആ മട്ടൺ ലെഗ്, ആ ഏറ്റവും വലിയ മട്ടൺ ലെഗ് ഞാൻ എടുത്തോളാം. The captain was playing a game of chess with another officer. He looked curiously at Till. The captain വേറെ ഓഫീസേഴ്സിൻ്റെ കൂടെ ചെസ്സ് കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊരു ആകാംക്ഷയോടെ കൗതുകത്തോടു കൂടി ടിലിനെ നോക്കി. Where do you come from? he asked. എന്നിട്ട് ക്യാപ്റ്റൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? From Flanders, replied Till. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞത് ബെൽജിയത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. What do you want? നിനക്ക് എന്താണ് വേണ്ടിയത്? I should like to show His Highness the Archduke one of my paintings. I am a painter. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ രാജാവ് ആർച്ച് ഡ്യൂക്കിന് എൻ്റെ ഒരു പെയിൻറ്റിങ് കാണിക്കണം, ഞാനൊരു പെയിൻറ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ് കാണിക്കാനാണ്, രാജാവിന് പെയിൻറ്റിങ് കാണിക്കാനാണ് വന്നത്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, കുറച്ച് മതിപ്പോടുകൂടി പറഞ്ഞു, നീ പെയിൻറ്ററാണ്, ഫ്ലാൻഡേഴ്സിൽ നിന്ന് വന്ന പെയിൻറ്ററാണെങ്കിൽ നിനക്ക് അകത്തേക്ക് വരാം. The captain knew that Flemish painters and their pictures were in great demand all over Europe. Till was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. അപ്പോൾ ക്യാപ്റ്റൻ അറിയായിരുന്നു ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്ന് വന്ന പെയിൻറ്റേഴ്സൊക്കെ അവരുടെ പിക്ചേഴ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, യൂറോപ്പിൽ മൊത്തം ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് ടിലിനെ അകത്ത് കയറാൻ അനുവദിച്ചു. എന്നിട്ട് ആർച്ച് ഡ്യൂക്ക് പ്രിൻസിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ടില് ആർച്ച് ഡ്യൂക്കിനെ 3 തവണ വണങ്ങി. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബോർഡ്. എന്നിട്ട് ആളുടെ മുന്നിൽ തലകുനിച്ച് നിന്നു. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. I have brought a picture of Our Lady, the Virgin, in her royal robes. I have painted it specially so that I might lay it at your noble feet. അപ്പം എന്നിട്ട് വളരെ ഭവ്യതയോടുകൂടി ടിൽ പറഞ്ഞു, ഹൈനസ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരം കുറച്ച് റഫാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പെയിൻറ്റിങ്, ഞാൻ ഒരു ലേഡിയുടെ, ഒരു യങ് ലേഡിയുടെ ഒരു പിക്ചർ, റോയൽ വേഷത്തിലുള്ള ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റിങ് കണ്ടാൽ
പ്രിൻസിന് ഇഷ്ടമാവും, ആർച്ച് ഡ്യൂക്കിന് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. Tile paused a few moments for his words to sink in. Then he continued, "You must forgive me, Your Highness, if I dare to hope that this picture will please you. Perhaps Your Highness might wish to offer me the chair of your court painter." അപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ചു നേരം മിണ്ടാതെ നിന്ന് വീണ്ടും പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു ഈ ഒരു പെയിൻറ്റിങ് നിങ്ങളെ സന്തോഷിപ്പിക്കും, അത് സന്തോഷിപ്പിച്ച് കഴിഞ്ഞ് ഈ ഒരു പെയിൻറ്റിങ് നിങ്ങളെ സന്തോഷിപ്പിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കോർട്ടിൽ, നിങ്ങളുടെ സഭയിലെ ആ പെയിൻറ്ററിൻ്റെ സ്ഥാനം എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ പെയിൻറ്റിങ് കൊടുന്നത്. ഞാൻ ഈ വിചാരിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. "You'll give me the place of the painter who died recently. I can see the empty velvet chair waiting to be filled." കാരണം നിങ്ങളുടെ സദസ്സിലെ പെയിൻറ്റർ അടുത്ത് തന്നെ മരിച്ചു, അപ്പോൾ എനിക്ക് ആ ഒരു എംപ്റ്റി ചെയർ കാണാം, അപ്പോൾ അത് നിങ്ങൾ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. "The Virgin's picture was a splendid painting and the Archduke made up his mind at once." അപ്പോൾ ആ ഒരു പിക്ചർ, ആ ഒരു പെയിൻറ്റിങ് വളരെ ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു. "He embraced and kissed him on both cheeks. He said, 'I shall be delighted to make you my court painter.'" അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ വളരെ സന്തോഷവാനായിട്ട് ടിലിനെ കെട്ടിപ്പിടിച്ച് രണ്ട് ചീക്സുമ്മലും കവിൾമലും ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളെ എൻ്റെ കോർട്ടിൽ, എൻ്റെ സദസ്സിലെ രാജ്യസദസ്സിലെ പെയിൻറ്ററാക്കാൻ." "He directed him to the chair and made him sit on it." ആൾ ആ ചെയറിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് അയാൾ അവിടെ ഇരുത്തി. "Well, my dear fellow," he said, "you do have a tongue in your head and you certainly seems to know how to use it. You are a very talkative fellow, aren't you?" എന്നിട്ട് പറയാണ്, "മൈ ഡിയർ കൂട്ടുകാരാ, നിങ്ങൾക്ക് ഒരു നാവ് തലയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമർത്ഥ്യം, സംസാരിച്ച് ഇതാക്കാൻ അറിയും, അത് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ, നിങ്ങൾ ഭയങ്കര സംസാരപ്രിയനുമാണ് അല്ലേ? "Your Highness, may it please you to remember me and my donkey Jeff for just one more minute." Till replied, "My donkey had been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside, but I have had nothing to eat for the past 3 days." അപ്പോൾ വീണ്ടും പറയണം, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെയും എൻ്റെ ഡോങ്കിയുടെ പേര് ജെഫ്. ഒരു നിമിഷം കൂടി നിങ്ങളൊന്ന് ഓർക്കണം. എൻ്റെ ഡോങ്കി വരുന്ന വഴിക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ വേലിമുള്ള മുള്ളുമെന്നും പിന്നെ റോട്ടിൽ നിന്നുള്ള പുല്ലൊക്കെ കഴിച്ചു. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷേ എനിക്ക് 3 ദിവസമായിട്ട് ഞാൻ ഒന്നും തിന്നിട്ടില്ല. എൻ്റെ ഡോങ്കിക്ക് വഴിയിലുള്ള പുല്ലും ഇതൊക്കെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റി, പക്ഷേ 3 ദിവസമായി ഞാൻ പട്ടിണിയാണ്. "My stomach had been complaining very loudly." എൻ്റെ സ്റ്റൊമക്കിൽ നിന്ന് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. "Perhaps Your Highness can even hear it now." വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാം, എൻ്റെ വയറ്റിൽ നിന്ന് വിശന്നിട്ട് സൗണ്ടുകൾ വരുന്നത്. "I have been feeding myself with dreams of good food and drink at your royal table." ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ എന്നെ തന്നെ ഈ ഫുഡുകൾ, എനിക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്ന ഫുഡുകളും ഡ്രിങ്ക്സുകളും പാനീയങ്ങളെയും കുറിച്ചുള്ള ഡ്രീം മാത്രമാണ് എനിക്കുള്ളത്. The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" അപ്പോൾ പറയാണ്, കൂട്ടുകാരാ, നിനക്ക് എന്തായാലും സ്വപ്നമല്ലാണ്ട് എന്തെങ്കിലും കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. പിന്നെ നിൻ്റെ ഡോങ്കി എവിടെയാണ്? "I left him outside, opposite the palace." അപ്പോൾ
ടിൽ പറഞ്ഞു ഞാൻ പുറത്ത് നിർത്തിയിട്ടുണ്ട് പാലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. അപ്പോൾ പറഞ്ഞു ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും നിങ്ങൾ ജെഫിനെയും കൂടി ഒന്ന് നോക്കിയാൽ, ആൾക്ക് അവൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഗ്രേറ്റ്ഫുൾ ആവും. അവന് കുറച്ച് ഫോഡർ എന്ന് പറഞ്ഞാൽ വൈക്കോല് അല്ലെങ്കിൽ കാലിത്തീറ്റ അത് കൊടുക്കണം, പിന്നെ രാത്രി കിടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. എന്നിട്ട് ആർച്ച് അപ്പം തന്നെ ഓർഡർ ചെയ്തു ഡോങ്കിയെ നോക്കണം. എന്നിട്ട് പറഞ്ഞു അതിനെ എൻ്റെ ഒരു മൃഗം, എൻ്റെ ഒരു ആനിമലിനെ പോലെ, എൻ്റെ ആനിമൽ എന്നുള്ള രീതിയിൽ വേണം അതിനെ നോക്കാൻ. Before long, supper was served and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dish. The Archduke made Till eat and drink until his stomach was about to burst. The Archduke too ate heartily. His face was flushed with drink, but he seems lost in thought. അപ്പോൾ അധികം താമസിക്കാണ്ട് തന്നെ ടേബിളിൽ നിറയെ ഫുഡ്, ഒരു കല്യാണ സദ്യക്ക് ഒരുക്കുന്ന പോലെ ടേബിളിൽ നിറയെ ഫുഡ് ഉണ്ടായിരുന്നു. പലതരം ഫുഡും ഡ്രിങ്കുകളും ഉണ്ടായിരുന്നു. വൈന് വെള്ളം പോലെ ഒഴുകിയിരുന്നു. ദ കോർട്ടിയേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന സേവകർ, അവിടെ രാജ്യസേവകർ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ നിറച്ച് കഴിച്ചു. ദി ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേസ്റ്റ്. പിന്നെ ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ കൊണ്ട് വയറ് നിറയെ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആർച്ച്ഡ്യൂക്കും അതിൻ്റെ കൂടെ തന്നെ കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ആളുടെ മുഖമൊക്കെ വൈനൊക്കെ കുടിച്ചിട്ട് വളരെ ചോന്നതായി ഇരിക്കുകയായിരുന്നു. ബട്ട് ഹി സീം ലോസ്റ്റ് ഇൻ തോട്ട്. പക്ഷേ ആള് എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. എന്നിട്ട് പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ് so that we will have the satisfaction of leaving our memory to our descendants. എന്നിട്ട് പറഞ്ഞു നമ്മുടെ കോട്ട് പെയിൻറ്റർ, രാജ്യസഭയിലുള്ള പെയിൻറ്റർ നമ്മുടെ പിക്ചർ വരക്കണം. അത് അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പിന്തുടർച്ചക്കാർക്ക് അതൊരു മെമ്മറി ആയിട്ട്, അവർക്ക് കാണാനുള്ള ഒരു മെമ്മറി ആയിട്ട്, നമ്മളെ പിന്തുടർച്ചക്കാർക്ക് ഒരു മെമ്മറി ആയിട്ട് ലീവ് ചെയ്യാൻ വേണ്ടി ഒരു പെയിൻറ്റിങ് നമ്മുടെ കോട്ട് പെയിൻറ്റർ വരക്കണമെന്ന് പറഞ്ഞു. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. നമ്മളും ഈ ഒരു ചരിത്രത്തിൽ നമ്മളുടെ ഒരു പങ്ക് വേണം. നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ ലീവ് ചെയ്ത പോലെ അവർ ഹിസ്റ്ററിയിൽ സ്ഥാനം കിട്ടിയ പോലെ നമ്മളും എന്തെങ്കിലും അവരുടെ പെയിൻറ്റിങ്സ്, അവരുടെ ഫോട്ടോസും പെയിൻറ്റിങ്സും ഒക്കെ ഇവിടെ വാള് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെയും ഒരു പെയിൻറ്റിങ് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മുടെ പിന്തുടർച്ചക്കാർക്ക് അത് കാണാൻ പറ്റുള്ളൂ. It is sad to think of death. We do not know when God will think fit to summon us. മരണത്തെക്കുറിച്ച് ഓർക്കാൻ ആർക്കും ഇഷ്ടമല്ല, അതൊരു ദുഃഖമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കറിയില്ല എപ്പോഴാണ് ദൈവം നമ്മളെ തിരിച്ച് വിളിക്കുക എന്നുള്ളത്. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. പക്ഷെ നമ്മുടെ പെയിൻറ്റിങ് എന്തായാലും പെയിൻറ്റ് ചെയ്യണം, നമ്മുടെ പിക്ചർ എന്തായാലും പെയിൻറ്റ് ചെയ്യണമെന്ന് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. Till quickly replied, Your Lordship's slightest wish is to me command.
All the same, I do feel rather unhappy about painting your lordship all by yourself. Is it not terrible to think your lordship being lonely forever and ever? അപ്പോൾ ടില്ല് റിപ്ലൈ ചെയ്ത് ലോർഡ്ഷിപ്പിൻ്റെ ഒരു ചെറിയൊരു വിഷ് കമാൻഡ് ചെയ്താൽ മതി. എന്ത് വിഷാണെന്നുണ്ടെങ്കിലും കമാൻഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട് ഈ ഒരു പെയിൻറ്റിങ് ലോർഡ് ഹൈനസിൻ്റെ മാത്രം ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. കാരണം എല്ലാവരും വിചാരിക്കും ഹൈനസ് ഒറ്റക്കാണ്, ലോൺലി ആണെന്ന് വിചാരിക്കും. ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ദാറ്റ് ഹിസ് ഹൈനസ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ ലീസ്റ്റ് ബൈ ഹർ ഹൈനസ്, ഹർ ലേഡീസ്, ദ നോബൽ ജനറൽസ് ആൻഡ് ക്യാപ്റ്റൻ ഹു അഡോൺ ദിസ് കോട്ട്? അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ രാജാവ് ഈ ഒറ്റക്കല്ലാണ്ട് രാജ്ഞിയുടെ കൂടെയും പിന്നെ ലേഡീസും പിന്നെ ഇവിടുത്തെ കുലീനമായ ക്യാപ്റ്റൻസ്, ജനറൽസ് എല്ലാവരും ഈ ഒരു രാജ്യസഭ അലങ്കരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? അപ്പോൾ പെയിൻറ്റിങ്ങിൽ രാജാവ് മാത്രം പോരാ, ഈ കുലീനമായ എല്ലാ സ്ഥാനമുള്ള ജനറൽസ്, ക്യാപ്റ്റൻസ് അങ്ങനത്തെ ആൾക്കാരും കൂടി ഉൾപ്പെടണം എന്ന് നമ്മുടെ ടിൽ പറഞ്ഞു. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. ഇതുപോലത്തെ ഒരു രാജ്യസഭ എന്ന് പറഞ്ഞ ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ, ഇതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ധൈര്യവും അതിൻ്റെ ഒരു പ്രൗഢിയും കോമ്പീറ്റ് ചെയ്യാൻ അധികം ആരും ഉണ്ടാവില്ല. ഈ ഒരു ധൈര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഇടയിൽ ഈ ലോർഡിനും ലേഡിനും, രാജാവിനും രാജ്ഞിയും ഞാൻ ചന്ദ്രനെ പോലെ ഷൈൻ ചെയ്യിക്കും. വിളക്കുകൾ ചുറ്റും നിന്ന് ചന്ദ്രനെ പോലെ ഞാൻ നടുവിൽ നിങ്ങളെ ചന്ദ്രനെ പോലെ ഷൈൻ ചെയ്യിക്കുമെന്ന് പറയണം. ദി ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ആർച്ച് ഡ്യൂക്കിന് തോന്നി അതൊരു നല്ല ഐഡിയ ആണല്ലോ. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിങ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? അപ്പോൾ പറയാണ്, ഓക്കെ ഫ്രണ്ട്, നിൻ്റെ പെയിൻറ്റിങ് ഒരു നല്ലൊരു വർക്കാവുമെന്ന് പറയാണ്. അപ്പോൾ അതിന് നിനക്ക് വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിങ് വിൽ ബി ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? പറയാണ്, ഓക്കെ ഫ്രണ്ട്, ഈ ഒരു പെയിൻറ്റിങ് ഒരു വലിയൊരു ആർട്ട് പീസാവും. അപ്പോൾ എന്ത് റിവാർഡാണ് നിനക്ക് വേണ്ടിയത്? എന്താണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? 100 pieces of gold. You can pay me now or later just as you please. അപ്പോൾ ടിൽ പറയാണ്, ഒരു 100 കോയിന്, ഗോൾഡ് കോയിന്, 100 പീസ് ഓഫ് ഗോൾഡ്, 100 ഗോൾഡ് കോയിൻസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തരാം, അല്ലെങ്കിൽ പിന്നെ തന്നാലും മതി. Here are the 100 pieces of gold in advance, said the archduke, giving him the gold. ആർച്ച്ഡ്യൂക്ക് പറയാണ്, എന്നാ പിടിച്ചോ 100 പീസസ് ഓഫ് ഗോൾഡ്, അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി 100 പീസസ് ഓഫ് ഗോൾഡ് എന്നാ ഗിവിങ് ഹിം ദ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, മൈ ലോർഡ്, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor. അപ്പോൾ ഗോൾഡ് കൊടുത്തപ്പോൾ ടിൽ പറയാണ്, ലോർഡ്, നിങ്ങൾ ഭയങ്കര ഉദാര മനസ്സുള്ളൊരു വ്യക്തിയാണ്. എല്ലാ രാജാക്കന്മാരെക്കാളും ഭയങ്കര ഉദാര മനസ്സുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെ വിളക്ക് എണ്ണ നിറച്ചു. അത് നിങ്ങളുടെ മഹാത്മ്യത്തിൽ അത് കത്തിക്കൊണ്ടേ ഇരിക്കും. അത് നിങ്ങളുടെ മഹാത്മ്യം കൊണ്ട് കത്തിക്കൊണ്ടേ ഇരിക്കും. The next day, Till asked the archduke to allow him to see all the courtiers who were to be painted along with him. They came and saw him one by one. അപ്പോൾ അടുത്ത ദിവസം ടില്ല് ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ കോർട്ടിയേഴ്സിനും, അവിടെ ഉണ്ടായിരുന്ന രാജ്യസഭയിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കാണണമെന്ന്, കൂടെ നിന്ന്
വരക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരെയും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് വന്നു. ദ ഫസ്റ്റ് വൺ ടു കം വാസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. അപ്പോൾ ആദ്യം വന്നത് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു, ആർമിയുടെ കമാൻഡറായിരുന്നു ആദ്യം വന്നത്. ഹി വാസ് ഷോർട്ട്, ഫാറ്റ്, ബാൽഡ് മാൻ വിത്ത് ആൻ എനോമറസ് പാഞ്ച്. ആളൊരു ഉയരം കുറഞ്ഞ തടിച്ച കഷണ്ടിയുള്ളൊരു ആളായിരുന്നു. ആൾക്ക് വലിയൊരു കുടവയറും ഉണ്ടായിരുന്നു. ഹി വിസ്പേർഡ് ഇൻ ടിൽസ് ഇയർ. ആള് ടിലിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ് ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ നല്ല ഭംഗിയുള്ള ഒരാളാക്കണം. എൻ്റെ സ്റ്റൊമക്ക് ഫ്ലാറ്റാക്കിയില്ലെങ്കിൽ, നല്ല കുറവാക്കി, ഇപ്പോൾ കുടവയറാണ്, അത് വളരെ കുറവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പണ്ട് ഞാനൊരു ഭയങ്കര ഹാൻസം ആയിട്ടുള്ള സോൾജിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. അടുത്തത് വന്നത് an elderly lady. An elderly lady came next. She had a large hump on her back. Sir Painter, she said softly, make me look young and beautiful. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces. അപ്പോൾ ഒരു പ്രായമായൊരു മുതിർന്നൊരു ലേഡി വന്നു. ആ ലേഡി പറഞ്ഞു, ഒരു പുറത്തൊരു വലിയൊരു കൂന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്ററുടെ അടുത്ത് പറഞ്ഞു, സർ പെയിൻറ്റർ പറഞ്ഞു, നിങ്ങൾ എന്നെ വളരെ ചെറുപ്പക്കാരിയും ഭംഗിയുള്ളതും ആക്കിയില്ലെങ്കിൽ, അതുപോലെ എൻ്റെ ഈ ഒരു കൂന് എൻ്റെ ബാക്കിൽ നിന്ന് മാറ്റിയിട്ട് എന്നെ വളരെ സുന്ദരിയാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിച്ചി ചീന്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എ യങ് ലേഡി ഹു വാസ് എ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരി ഒരു ലേഡി വന്നു. അത് ഡച്ചസിൻ്റെ തോഴിയായിരുന്നു. അത് വന്നിട്ട് പറഞ്ഞു, ഷി വാസ് യങ് ആൻഡ് പ്രിറ്റി ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. അവർ ഒരു ചെറുപ്പക്കാരിയും നല്ല സുന്ദരിയുമായിരുന്നു, പക്ഷേ അവരുടെ ഫ്രണ്ടിലത്തെ 3 പല്ലുകൾ ഒരു ആക്സിഡൻറ്റിൽ പോയി. ഷീ വാണ്ട് ടിൽ ദാറ്റ് ഇഫ് in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. അപ്പം എന്നിട്ട് അവർ പറഞ്ഞത് എന്താ, യങ് ലേഡി പറഞ്ഞത് എന്താണ്, അവർ പറഞ്ഞു, എൻ്റെ പിക്ചറിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു പിക്ചർ വരക്കണം നിങ്ങൾ. അതിൽ എനിക്ക് നല്ല വെളുത്ത നല്ല സുന്ദരമായ പല്ലുകളും വേണം. അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചെറിയ ചെറിയ പീസസായി, എൻ്റെ ലവർ നിങ്ങളെ വെട്ടി പീസാക്കും. ഞാൻ എൻ്റെ ലവറിനെ കൊണ്ട് നിങ്ങളെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ക്യാപ്റ്റൻ, ഗാർഡുകളുടെ ക്യാപ്റ്റനെ ചൂണ്ടിക്കാണിച്ചു, അതാണ് അവരുടെ ലവർ. Similar requests and threats continued until he had finished with the last of the courtiers. ഇതുപോലെ തന്നെ വന്നവരെല്ലാവരും ഇതുപോലത്തെ ഭീഷണികളും റിക്വസ്റ്റുകളും ഇതുപോലത്തെ റിക്വസ്റ്റുകളും അഭ്യർത്ഥനകളും ഭീഷണികളും ലാസ്റ്റ് വരെ ഈ വന്നവരെല്ലാവരും ചെയ്തു. Then the archduke sent for him and said, അതിനുശേഷം ആർച്ച്ഡ്യൂക്ക് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മൈ ഡിയർ ഫെല്ലോ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. You are to paint all my courtiers exactly as we see them. If you leave out a mole, a pimple, or a single grey hair, I will have you slaughtered like a pig. എന്നിട്ട് പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, എനിക്ക് ഈ ഒരു പോർട്രേറ്റ്, ഈ ഒരു പിക്ചർ പെർഫെക്റ്റ് ആവണം. എല്ലാ അർത്ഥത്തിലും, എല്ലാ സ്മോൾ, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, ഒന്നിലും തെറ്റ് പാടില്ല. ഇത് എൻ്റെ കോർട്ടിയേഴ്സിന്, എൻ്റെ
ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ കോർട്ടിയേഴ്സും ശരിക്ക് കാണാൻ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും വരണം. ഈവൺ ഒരു ഒരു കാക്കാപ്പുള്ളിയോ ഒരു മുഖക്കുരുവോ ഒന്നും ഈവൺ ഒരു വെള്ള മുടിയോ ഒന്നും നിങ്ങൾ ലീവ് ചെയ്യരുത്. അതൊന്നും ലീവ് ചെയ്യരുത്. അതുപോലെ തന്നെ വരച്ചിരിക്കണം. അതൊന്നും ചെയ്തില്ല, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ ഞാൻ നിങ്ങളെ പന്നിയെ അറക്കുന്ന പോലെ അറക്കും എന്ന് പറഞ്ഞു. ടിൽ കൂളി തോട്ട് തിങ്സ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് ടിൽ ഇങ്ങനെ സ്വയം പറഞ്ഞു, If I paint this picture, I shall certainly be killed. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. അപ്പോൾ ടില്ലിന് ഒരു കാര്യം ഉറപ്പായി. സ്വയം പറഞ്ഞു, ഞാനിപ്പോൾ ഈ പിക്ചർ വരക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിക്കും. ഒന്നെങ്കിൽ ആർച്ച്ഡ്യൂക്ക് എന്നെ കൊല്ലും, ഒരു പിഗിനെ പോലെ, ഒരു പന്നിയെ അറക്കുന്നത് പോലെ എന്നെ കൊല്ലും, കാരണം ആളെ അനുസരിക്കാത്തതിന്. അല്ലെങ്കിൽ ആളെ അനുസരിച്ചിട്ട് ഞാൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിയേഴ്സ് എല്ലാവരും എന്നെ കൊല്ലും, കാരണം അവർ പറഞ്ഞിരിക്കുന്ന അവരെ സുന്ദരന്മാരും സുന്ദരികളും ആക്കാനാണ്. ഇത് അവരെ ഒറിജിനലായിട്ടല്ല, ഉള്ള പോലെയല്ല വരക്കാൻ പറഞ്ഞേക്കുന്നത്, അവരെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞ പോലെ വരച്ചാലും മരണം ഉറപ്പാണ്, കോർട്ടിയേഴ്സ് പറഞ്ഞ പോലെ വരച്ചാലും മരണം ഉറപ്പാണ്. ഇൻ either കേസ് ഐ ആം ടു ഡൈ. വാട്ട് ആം ഐ ടു ഡു? ഇപ്പം ഞാൻ എന്ത് ചെയ്യും? പെർഹാപ്സ് ഇറ്റ് ഈസ് വൈസർ നോട്ട് ടു പെയിൻറ്റ് ദിസ് പിക്ചർ അറ്റ് ഓൾ. അപ്പോൾ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഈ പിക്ചറേ വരക്കാണ്ടിരിക്കുകയാണ്. The following day, he asked the Archduke for the hall where he was to paint the picture. He was shown a large room with bare walls. അപ്പോൾ അടുത്ത ദിവസം തന്നെ ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് ഒരു ഹാള് ചോദിച്ചു. ഒരു ഹാള് ചോദിച്ചു പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, പിക്ചർ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനക്കൊരു വലിയൊരു ഹാള്, ഒരു വലിയൊരു റൂം, ഒന്നുമില്ലാത്ത ഒരു ചുമരുമേ ഒന്നുമില്ലാത്തൊരു റൂം കാണിച്ചു കൊടുത്തു. ടിൽ ആസ്ക്ഡ് ഫോർ thick curtains to be hung on the walls. He wanted his painting to be protected from the flies and the dust. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ടില്ല് വലിയ കർട്ടനുകൾ ചോദിച്ചു, കട്ടിയുള്ള കർട്ടനുകൾ ചോദിച്ചു, ഈ വാള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ചുമര് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടൻ ചോദിച്ചു. കാരണം ആൾക്ക് ഈ പെയിൻറ്റിങ്സ് ഈച്ചകളിൽ നിന്നും പൊടിയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാള് മൊത്തം ഒരു കർട്ടൻ കൊണ്ട് കവർ ചെയ്തു. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 assistants to help him in mixing colors. ഒരു 3 അസിസ്റ്റൻറ്റുമാരെ, 3 ഹെൽപ്പേഴ്സിനെ ചോദിച്ചു ഈ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദി ആർച്ച്ഡ്യൂക്ക് ഗാവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. ആർച്ച്ഡ്യൂക്ക് അവൻ ചോദിച്ച എല്ലാതും കൊടുത്തു. For 30 days, Till and his assistants feasted themselves on the choicest dish and drank the finest wine. 30 ദിവസം ടില്ലും അസിസ്റ്റൻസും ഭക്ഷണം കഴിച്ച്, ആർമാദിച്ച് ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു, നല്ല വൈനുകളൊക്കെ കുടിച്ച് സമയം കളഞ്ഞു. On the 31st day, the Archduke thrust his nose in through the door and said. അപ്പോൾ 31ാം ദിവസം ആർച്ച്ഡ്യൂക്ക് റൂമിന് ഡോറിൻ്റെ അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഈസ് ഇറ്റ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിൻറ്റിങ്? ഐ എം ഈഗർ ടു സീ ഇറ്റ്. ഈസ് ഇറ്റ് റെഡി? എന്നിട്ട് ചോദിച്ചു, സമയമായോ, പെയിൻറ്റിങ് കഴിഞ്ഞോ? എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് അത് കാണാൻ. ഈസ് ഇറ്റ് റെഡി ആയോ? Till said that the picture was being completed and that he needed more days to finish it. അപ്പോൾ ടിൽ എന്താ പറഞ്ഞാൽ, ആ പിക്ചർ കംപ്ലീറ്റ് ആവാനായി, പക്ഷെ കുറച്ചും കൂടി ദിവസം എനിക്ക് വേണം ഇത് ഫിനിഷ് ചെയ്യാൻ, ഇത് കഴിയാൻ കുറച്ചും കൂടി ദിവസം വേണമെന്ന് പറഞ്ഞു. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or 2 did not matter, he said. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, സമയം ഒരു പ്രോബ്ലം അല്ല, പക്ഷേ പെയിൻറ്റിങ്
അത്രയും പെർഫെക്റ്റ് ആവണം, ഒരു മിസ്റ്റേക്കും യാതൊരു ഇതും പാടില്ല. ഈ ഒറിജിനൽ പോലെ ഇരിക്കണം പെയിൻറ്റിങ്, യാതൊരു മാറ്റവും പാടില്ല. അങ്ങനെ അത് പെർഫെക്റ്റ് ആവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 1-2 ആഴ്ച കൂടുതൽ തരാം. ഞാൻ പേഷ്യൻ്റായിട്ട് ഞാൻ സമാധാനത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഹി സെഡ്. Till and his companions continued their merrymaking for another fortnight. ടില്ലും കൂട്ടാളികളും വീണ്ടും ആർമാദിച്ച് അവിടെ ആഘോഷിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിച്ച് വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞു. On the 45th day, once again the Archduke poked his nose in through the door. "Isn't it time that the picture was completed?" he asked. Till said that the portrait was being given the finishing touches. അപ്പോൾ ഒരു 45-ാം ദിവസമായപ്പോൾ വീണ്ടും ആർച്ച്ഡ്യൂക്ക് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കി ചോദിച്ചു, സമയമായില്ലേ പിക്ചർ കഴിയാൻ? ഇത്രയും ആയല്ലോ, സമയമായില്ലേ? ടില്ല് പറഞ്ഞു, പിക്ചർ കഴിഞ്ഞ് ഞാൻ ഫിനിഷിങ് ടച്ച് ഒന്നും കൂടി ഒന്ന് ഫുള്ളൊന്ന് ഇതാക്കാനുണ്ട്, ഒരു ലാസ്റ്റ് ടച്ചപ്പ് വർക്ക് നടക്കുകയാണെന്ന് പറഞ്ഞു. He begged for some more time. The Archduke said that his delay did not matter so long as he did an excellent job. അപ്പോൾ വീണ്ടും കൂടുതൽ സമയത്തിന് വേണ്ടി ചോദിച്ചു. വീണ്ടും പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി ടൈം വേണം, ലാസ്റ്റ് മിനുക്ക് പണികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, വൈകുന്നതിന് പ്രശ്നമല്ല, പക്ഷേ ഇറ്റ് ഷുഡ് ബി ആൻ എക്സലൻറ്റ്, നല്ല വർക്കായിരിക്കണം, ആ പെയിൻറ്റിങ് സൂപ്പറായിരിക്കണമെന്ന് പറഞ്ഞു. ബട്ട് ഹി ആഡഡ്, യു ഷുഡ് either complete the picture within 15 days or you should show me the unfinished picture now. ലാസ്റ്റ് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ 15 ദിവസത്തിനുള്ളിൽ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പെയിൻറ്റ് ചെയ്തോ ഫിനിഷ് ആയില്ലെങ്കിലും എനിക്ക് ആ പിക്ചർ 15 ദിവസം കഴിഞ്ഞാൽ കാണണം. Till promised to complete the picture within 15 days, saying that only a few minor details remained to be filled in. അപ്പോൾ ടില്ല് പ്രോമിസ് കൊടുത്തു, പ്രോമിസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും 15 ദിവസത്തിനുള്ളിൽ എന്തായാലും എൻ്റെ പെയിൻറ്റിങ് കഴിയും, കാരണം ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. Should your lordship see the painting now? You would not be satisfied with it, he said. പിന്നെ പറഞ്ഞു, ഇപ്പം അങ്ങക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്കതിൽ സംതൃപ്തി ഉണ്ടാവില്ല, അപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ അത് കാണാം. Till and his companions enjoyed themselves for yet another fortnight. On the 60th morning, the Archduke forced his way into the room and said, "I must see that picture at once." "Where is the picture? Draw those curtains apart." ടില്ല് കമ്പാനിയൻസും വീണ്ടും ഒരു 2 ആഴ്ച അവർ എൻജോയ് ചെയ്തു. അങ്ങനെ 60ാം ദിവസം രാവിലെ ആർച്ച്ഡ്യൂക്ക് ഡോറൊക്കെ തുറന്നിട്ട് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പിക്ചർ ഇപ്പം തന്നെ കാണണം. വേർ ഇസ് എ പിക്ചർ? പിക്ചർ എവിടെ? ഡ്രോ ദോസ് കർട്ടൻ അപ്പാർട്ട്. ആ കർട്ടനൊക്കെ തുറക്കാൻ പറഞ്ഞു. "The picture is ready, my lord," announced Till. അപ്പോൾ ടില്ല് പറഞ്ഞു, പിക്ചർ റെഡിയാണ്. "Then why don't you draw the curtains? What's the matter?" the Archduke asked. ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങൾ കർട്ടൻ തുറക്കാത്തത്, എന്താണ് പ്രശ്നം? "I want you to grant me one last favor." എനിക്ക് ഒരു ലാസ്റ്റായിട്ടൊരു ഉപകാരം കൂടി ചെയ്തു തരണം. "Please order all the courtiers to assemble in this room." എല്ലാ കോർട്ടിയേഴ്സും, ഇവിടെ എല്ലാ കോർട്ടിയേഴ്സിനോടും ഈ റൂമിൽ ഒന്ന് കൂടാൻ പറയണം, വരാൻ പറയണം. "When they are here, I want to say a few words to them and then I will draw the curtains." അപ്പോൾ എല്ലാ കോർട്ടിയേഴ്സിനും ഇവിടെ കൊണ്ടുവരണം, അവരിവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കർട്ടൻ തുറക്കാം. The Archduke ordered all the courtiers to assemble in the hall. Till addressed them, "My lord, ladies and gentlemen, the picture is ready. You will now be able, as I draw the curtains, to see how well I have done my work. You can
all admire my work, but I must warn you that there is something very special about this picture. Only those among you who have noble blood in your veins will be able to see this painting. All the rest, whatever their ranks or position, will see nothing but a blank wall. Now I will draw the curtains. അപ്പോൾ ആർച്ച് എല്ലാവരും എല്ലാ കോട്ടേഴ്സിനും ഓർഡർ ചെയ്തു. എല്ലാവരും ഹാളിൽ കൂടി. ടിൽ എന്നിട്ട് അവരെല്ലാവരെയും ഒടുവായിട്ട് പറഞ്ഞു, ലോർഡ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, എൻ്റെ പിക്ചർ റെഡിയാണ്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻ ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. ഞാനിപ്പോൾ കർട്ടൻ നീക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഞാൻ എൻ്റെ പെയിൻറ്റിങ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രശംസിക്കാം. ബട്ട് ഐ വാൺ യു, ഒരു മുന്നറിയിപ്പുണ്ട്. ഞാനൊരു വാണിംഗ് തരികയാണ്. ദർ ഇസ് സംതിങ് സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. പക്ഷേ ഞാൻ വരച്ച പിക്ചറിനെ കുറിച്ച് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. Only those among you who have noble blood in your veins will be able to see this painting. നിങ്ങൾ കുലീനമായ രക്തമുള്ള ആൾക്കാർക്ക് മാത്രമേ എൻ്റെ പെയിൻറ്റിങ് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ആരാണെങ്കിലും, വലിയ റാങ്കുള്ളവരാണോ, വലിയ പൊസിഷൻ ഉണ്ടായിട്ടും അവർക്ക് കുലീനമായ രക്തമില്ലെങ്കിൽ അവർക്ക് ആർക്കും ഈ പെയിൻറ്റിങ് കാണാൻ പറ്റില്ല. അവർ നോക്കുമ്പോൾ ഇതൊരു പ്ലെയിൻ ബ്ലാങ്ക് വാളാണ്, ഒന്നും വരക്കാത്തൊരു ചുമരായിട്ടാണ് തോന്നുക. നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. അതും പറഞ്ഞിട്ട് കർട്ടൻ തുറന്ന് കാണിച്ചു. അങ്ങനെ ടിൽ കർട്ടൻ തുറന്ന് കാണിച്ചു. അപ്പം കർട്ടൻ തുറന്നപ്പോൾ എന്താ കണ്ടത്? The courtiers outdid one another in showing their admiration for the picture. അപ്പോൾ കോർട്ടിയേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് വാവ് എന്ത് നല്ല പിക്ചറാണെന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും നന്നായിട്ട് അഡ്മയർ ചെയ്യായിരുന്നു. അത് ആസ്വദിച്ച് കാണുമായിരുന്നു. ദേ പ്രൈസ് ടിൽ ഫോർ ഹിസ് സ്പ്ലെൻഡഡ് പെയിൻറ്റിങ്. അവരെല്ലാവരും ടില്ലിനെ പ്രശംസിച്ചു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിന്, ഇത്രയും മനോഹരമായൊരു പെയിൻറ്റിങ് ചെയ്തതിന്. They remarked how natural each one of them looked in the picture. അവരെല്ലാവരും പറഞ്ഞു ഈ ചിത്രത്തിൽ അവർ എത്ര റിയൽ ആയിട്ടാണ് തോന്നുന്നത്, കറക്റ്റായിട്ട് ഭയങ്കര നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട് ദെയർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസ്. എന്നിട്ട് അവർ അവനെ കണ്ടോ ഇവനെ കണ്ടോ, അവരെ കൂടെയുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. All of a sudden, the Duke's jester leaped into the air and shouted, "All of you know that I'm a fool and I have no blue blood in my veins. I can see no picture but only a blank wall." എന്നിട്ട് പെട്ടെന്നാണ് നമ്മുടെ കോർട്ടിൽ ഡ്യൂക്കിൻ്റെ ജസ്റ്റർ വന്നത്. ഇതാണ് ജസ്റ്റർ, നമ്മുടെ രാജസദസ്സിലെ ജസ്റ്റർ എന്ന് പറഞ്ഞാൽ കോർട്ടുകളിൽ എൻ്റർടൈൻ ചെയ്യാൻ, തമാശ പറയാനും ഇതാക്കാനും ഒരു ഫൂൾ ഉണ്ടാവും, അതിന് പറയുന്ന പേരാണ് ജസ്റ്റർ. അപ്പോൾ ഈ ജസ്റ്റർ പെട്ടെന്ന് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഫൂളാണെന്നുള്ളത്. എനിക്ക് വലിയ രാജകീയ ബ്ലഡൊന്നുമില്ല, ഞാനൊരു ഫൂളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിവിടെ ഈ പിക്ചറിൽ ഒന്നും കാണുന്നില്ലല്ലോ, ഒരു ബ്ലാങ്ക് വാള് മാത്രമാണ് കാണുന്നത്. ഞാനിവിടെ ഒന്നും കാണുന്നില്ല, വെറും ഒരു ബ്ലാങ്ക് വാള് മാത്രമാണ് ഞാൻ കാണുന്നത്, അവിടെ ഒരു പിക്ചറും ഞാൻ കാണുന്നില്ല എന്ന് പറയും. When fools began to talk, observe till it's time for wise men to walk. അപ്പോൾ ടില് പറയാണ്, ഇനി ഫൂൾസ് സംസാരിക്കാൻ തുടങ്ങിയ ബുദ്ധിയുള്ള ആൾക്കാർ നടക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം പതുക്കെ നടന്നു പോവാണ്, ഹാളിൽ നിന്ന് നടന്നു പോവാണ്. എന്നിട്ട് ഡോങ്കിമ്മ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഡോങ്കിമ്മ കയറി പോകുമ്പോൾ ഹിസ് ഫെദേഴ്സ് ഇൻ ഹിസ് ക്യാപ് ഡാൻസ്ഡ് ഇൻ ദ ജെൻറ്റിൽ ബ്രീസ്. ചെറിയ കാറ്റ്, ഈ കഴുതയുടെ പുറത്തിരുന്നിട്ട് പോകുമ്പോൾ ചെറിയ കാറ്റ് തട്ടുമ്പോൾ ആ ക്യാപ്പുമുള്ള ഫെദേഴ്സ്, 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ ഒരു പെയിൻറ്റിങ്, ഒരു
എങ്ങനെയാണ് നമ്മുടെ ടിൽ ഒന്നും വരക്കാണ്ട് കുറച്ച് ദിവസം ആ കോർട്ടിൽ ആ പാലസിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി. സോ ഹിയർ we come to the end of this story. Thanks for watching.